മരണസമയത്തെ കലാഭവൻ മണിയുടെ അവസ്ഥ അതീവ ദയനീയമായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ സുമേഷ്. കീറിയ പായയിൽ നിലത്ത് കിടന്നിരുന്ന മണിയെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ധരിപ്പിക്കാൻ അടിവസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ചികിത്സയ്ക്ക് കെട്ടിവെക്കാനുള്ള പണം ആദ്യം ആശുപത്രിയിൽ നൽകാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഒരു സുഹൃത്താണ് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകിയതെന്ന് ഡോക്ടർ സുമേഷ് റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി. കലാഭവൻ മണിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് മാനേജർ ജോബി അറിയിച്ചതിനെ തുടർന്നാണ് മണിയെ കാണാനായി ഡോക്ടർ സുമേഷ് പാടിയിലെത്തുന്നത്. അവിടെ കണ്ട കാഴ്ച വളരെ ദുഃഖകരമായിരുന്നു. മുറിയിൽ മുഴുവൻ ഓറഞ്ച് തൊലികൾ വിതറിക്കിടന്നിരുന്നു. വൃത്തിഹീനമായ തറയിൽ കീറിയ പായയിൽ മുഷിഞ്ഞ കീറിയ വസ്ത്രം ധരിച്ച് മണി കിടക്കുകയാണ്. ആശുപത്രിയിലേക്ക് മാറ്റാനായി ധരിപ്പിക്കാൻ ഒരു ജോഡി നല്ല വസ്ത്രം പോലും അവിടെ ഇല്ലായിരുന്നു. തുടർന്ന് തന്റെ ഡ്രൈവർ നെൽസൺ വാങ്ങി വന്ന ഒരു ജോഡി വസ്ത്രവും അടിവസ്ത്രങ്ങളും ധരിപ്പിച്ചാണ് മണിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നിലത്ത് കിടന്ന് ഒരു കീറിയ ഒരു പായയിൽ കിടക്കുന്ന ഒരു കലാഭവൻ മണിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് നല്ല വസ്ത്രങ്ങളോ മറ്റുള്ള എന്തിനധികം പറയുന്നു ഇന്നർ ഗാർമെന്റ്സ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ സുഹൃത്തിനെ വിട്ട് ഈ അദ്ദേഹത്തിനുള്ള ഷർട്ടും അതുപോലെ തന്നെ ഒരു ട്രൗസേഴ്സും ഇന്നർ ഗാർമെന്റ്സും വാങ്ങിക്കുവാനുണ്ടായത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചികിത്സാ ചിലവിനായി എത്ര ശ്രമിച്ചിട്ടും മാനേജർ ജോബിയുടെ കൈവശം ആകെ ലഭിച്ചത് 27,000 രൂപയാണ്. മണി ആയതുകൊണ്ട് മാത്രമാണ് ചികിത്സിച്ച സ്വകാര്യ ആശുപത്രി അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായത്. പിറ്റേ ദിവസം മണിയുടെ ഒരു സുഹൃത്ത് അയച്ചു നൽകിയ 5 ലക്ഷം രൂപയാണ് തുടർ ചികിത്സകൾക്കായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ മാനേജർ ജോബിയുടെ കയ്യിൽ ആ കൂടി 27,000 റുപ്പീസാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായത്. അപ്പോൾ സാമ്പത്തികം ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മാനേജർ ജോബി കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചു. പക്ഷേ ദിവസം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജോബിക്ക് തന്നെ പൈസ എത്തിച്ചു കൊടുക്കുകയായിരുന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പുറമേ കണ്ടിരുന്ന ആഘോഷങ്ങൾക്കുമപ്പുറം കലാഭവൻ മണി ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്നു എന്നാണ് ഡോക്ടർ സുമേഷിന്റെ വാക്കുകൾ നൽകുന്ന സൂചന. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.